MJSSA മുളക്കുളം ഡിസ്ട്രിക്റ്റിൽ ക്വിസ് കോമ്പറ്റീഷന് ചോദിച്ച പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്റെ ശത്രുക്കൾ ആരാണെന്നാണ് മീഖ പ്രവചിച്ചത്? ഉത്തരം സ്വന്തം വീട്ടുകാർ. ഉഗ്രന്മാരും ധിക്കാരികളുമായ ആരെയാണ് ഞാൻ ഉണർത്തിവിടുമെന്ന് ഹബക്കൂക്കിലൂടെ പ്രവചിച്ചത്? ഉത്തരം കൽദായരെ. ജനസംഖ്യ എടുക്കുമ്പോൾ എണ്ണമെടുക്കുന്നവരുടെ യോഗ്യത എന്തായിരിക്കണം? ഉത്തരം 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ കഴിവുള്ളവർ. 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരുടെ ജനസംഖ്യ എടുത്തപ്പോൾ എണ്ണാതിരുന്ന ഗോത്രം ഏത്? ഉത്തരം ലേവ്യ ഗോത്രം. കാടപ്പക്ഷിയെ പിടിച്ചു ഭക്ഷിച്ചതിന് ശേഷം ദൈവം ജനത്തെ ശിക്ഷിച്ച സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം കബറെ ദ് റക്സോ. ദൈവപുരുഷനായ മോശയെ എണ്ണിയിരുന്നത് ഏത് ഗോത്രത്തിൽ? ഉത്തരം ലേവി ഗോത്രത്തിൽ. ദാവീദ് രാജാവായി എന്ന് കേട്ടപ്പോൾ ദാവീദിനെ പിടിക്കുവാൻ വന്ന ഫെലിസ്ത്യരെ തോൽപ്പിച്ചത് എവിടെ വെച്ച്? ഉത്തരം ബാൽ പെരാസീമിൽ വെച്ച്. പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം വിവേകം. ആർക്കാണ് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ എന്ന് മീഖ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സത്യമായി നടക്കുന്നവന്. ഉഗ്രന്മാരും ധിക്കാരികളുമായ ആരെയാണ് ഞാൻ ഉണർത്തിവിടുമെന്ന് ഹബക്കൂക്കിലൂടെ പ്രവചിച്ചത്? ഉത്തരം കൽദായരെ. സെഹിയോൻ കോട്ട ആരുടെ നഗരമെന്നാണ് അറിയപ്പെടുന്നത്? ഉത്തരം ദാവീദിൻ്റെ നഗരം. എൽഫർനസ് യൂദയായിലെ ഗിരിനിരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഏത് ഗ്രാമത്തിലാണ് എത്തിയത്? ഉത്തരം എസ്ദ്രായേലോൺ. അസീറിയായുടെ പാളയത്തിന്മേൽ വീണ് കൊള്ള നടത്തിയവര് ആര്? ഉത്തരം ബെതൂലിയ നിവാസികൾ. യേശുവിനോട് കൂടെയുണ്ടായിരുന്ന സ്ത്രീകളിൽ ഹെരോദോസിന്റെ ഭവന വിചാരകനായ കൂസയുടെ ഭാര്യ ആര്? ഉത്തരം യോഹന്ന. ദൈവാലയത്തിൽ കഴിഞ്ഞിരുന്ന ഹന്ന എന്ന പ്രവാചകിയുടെ ഗോത്രമേത്? ഉത്തരം ആശേർ. ഏത് കുടുംബ ശുശ്രൂഷാഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു സ്കറിയ? ഉത്തരം ആബിയ. ദൈവം ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കി അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരല്ല പിന്നെ എന്തിൻ്റെ ശുശ്രൂഷകരായി ആണ് ആക്കിയത്? ഉത്തരം ആത്മാവിൻ്റെ ശുശ്രൂഷകർ. നിങ്ങൾ ആരോട് കൂടി ചേരരുതെന്നാണ് കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അവിശ്വാസികളോട്. മശിഹ എന്ന ഏക പുരുഷന് നിങ്ങളെ എപ്രകാരം സമർപ്പിക്കേണ്ടതിന് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിർമ്മല കന്യകയായി. നിക്യ സുന്നഹദോസിൽ എത്ര പിതാക്കന്മാർ പങ്കെടുത്തു? ഉത്തരം 318. അലക്സാന്ദ്രിയയിലെ പാത്രിക സിംഹാസനം ക്രമീകരിക്കപ്പെട്ടത് ഏത് സുന്നഹദോസിൽ വച്ചാണ്? ഉത്തരം നിക്യ സുന്നഹദോസ്. അങ്കമാലി ഭദ്രാസനത്തിലെ പ്രഥമ മെത്രാപ്പൊലീത്ത ആരായിരുന്നു? ഉത്തരം അമ്പാട്ട് ഗീവർഗീസ് മോർ കൂറിലോസ്. കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊലീത്ത എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം അഭിമന്യ എബ്രഹാം മോർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത. ക്നാനായ സമുദായത്തിൻ്റെ ആദ്യ മെത്രാപ്പൊലീത്ത? ഉത്തരം ഗീവർഗീസ് മോർ സേവേറിയോസ്. പരിശുദ്ധ അബ്ദുള്ള പാത്രിക്കീസ് ബാവ ഏതു പള്ളിയിൽ വെച്ചാണ് വിശുദ്ധ മൂറോൻ കൂദാശ നടത്തിയത്? മുളന്തുരുത്തി പള്ളിയിൽ 1911 ചിങ്ങം 3 കൂടാര പെരുന്നാളിൻ്റെ ദിവസമാണ് മൂറോൻ കൂദാശ നടത്തിയത്. പരിശുദ്ധ അബ്ദേദാലോഹോ പാത്രിക്കീസ് ബാവ ബോംബെയിൽ എത്തിയത് എന്ന്? ഉത്തരം 1085 കന്നി 9. പരുമല തിരുമേനി കാലം ചെയ്ത വർഷം എന്ന്? ഉത്തരം 1902 തുലാം 20. രണ്ടാം സെഹിയോൻ എന്ന പരിശുദ്ധ പത്രോസ് പാത്രിക്കീസ് ബാവ വിളിച്ച ദൈവാലയം? ഉത്തരം മുളന്തുരുത്തി പള്ളി. യുയാക്കീം മോർ കൂറിലോസ് ബാവ കാലം ചെയ്തത് എന്ന് എവിടെ കബറടക്കി? ഉത്തരം
1874 ചിങ്ങം 20 മുളന്തുരുത്തി പള്ളിയിൽ കബറടക്കി. പീലാസയുടെ മുകളിൽ വയ്ക്കുന്ന കുരിശാകൃതിയിലുള്ള ഉപകരണം. ഉത്തരം കൗക്കൂബോ. തബലയിത്ത മൂടിവെക്കുന്ന വിരികളുടെ പേര്. ഉത്തരം വിരിക്കൂട്ട്. ദയറാക്കാരായ സന്യാസികൾ ഉപയോഗിക്കുന്ന ശിരോവസ്ത്രത്തിൻ്റെ പേര് മസ്നബ്സ. അഹറോൻ ധരിച്ചിരുന്ന മാർകവചത്തിൻ്റെ ദൃഷ്ടാന്തമായി മെത്രാപ്പൊലീത്തമാർ ധരിക്കുന്ന വസ്ത്രം. ഉത്തരം പത്രസീൻ. അക്സ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രമം. മോർ ഷെമവൂൻ ദുസ്തൂനോയുടെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസം. ഉത്തരം ജൂലൈ 27. ക്ലീമീസ് എന്ന വാക്കിൻ്റെ അർത്ഥം മുന്തിരിവള്ളി. പുളിപ്പുള്ള അപ്പത്തിന് സുറിയാനിയിൽ പറയുന്ന പേരെന്ത്? ഉത്തരം ലഹമോ. നന്ദി.